പ്രിയപ്പെട്ട ലിജു, ഞാൻ ലിജു പറഞ്ഞു വരുമായിരുന്നു, ഈ തവണ ലിജു കേരളം നിയമസഭയിലേക്ക് ഒരു സംശയവും വേണ്ട. ഞാൻ പ്രിയപ്പെട്ട ലിജുവിനെ എൻ്റെ എല്ലാവിധ സ്നേഹവും സ്നേഹാദരങ്ങൾക്ക് അറിയിക്കുന്നു. അതുകൊണ്ട് ലിജു ഏറ്റെടുത്തിട്ടുള്ള വലിയ ദൗത്യം, ആ ദൗത്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ദുർഭരണത്തിനെതിരെ പ്രതികരിക്കുന്ന, ആ ദുർഭരണം മാറണം എന്നാഗ്രഹിക്കുന്ന ജനങ്ങളുടെ പ്രതിനിധിയായി ജനങ്ങളോടൊപ്പം നിന്ന് അദ്ദേഹത്തെ ആ ദൗത്യം ഏറ്റെടുത്ത് കായംകുളത്തിന്റെ ജനപ്രതിനിധി ആകുക എന്നുള്ളതാണ് എടുത്തു പറയാൻ. ഞാൻ പറഞ്ഞു വന്നത്, നരേന്ദ്രമോദി ഈ രാജ്യത്തെ അട്ടിമറിക്കുന്ന നിലപാടുമായി മുന്നോട്ട് പോയി. വർഗീയ ഫാസിസ്റ്റിന്റെ വക്താക്കളായ വർഗീയത വളർത്തി ഈ രാജ്യത്തെ അദാനിമാർക്കും അംബാനിമാർക്കും വേണ്ടിയുള്ള ഭരണമാണ് അദ്ദേഹം നടത്തുന്നത്. സാധാരണക്കാർക്ക് വേണ്ടിയുള്ള ഭരണമല്ല, അദാനിമാർക്കും അംബാനിമാർക്കും വേണ്ടിയുള്ള ഭരണം. ആ ഭരണത്തിന് എല്ലാ വിധത്തിലും അതിന്റെ ആരാധകന്മാരായി അവരുമായി ഒത്തുതീർപ്പുമായി ആ മോഡി ഭരണകൂടവുമായി ധാരണയിലാണ്. കാരണം നരേന്ദ്രമോദിയായി ധാരണ ഉണ്ടായിട്ടില്ലായിരുന്നെങ്കിൽ, അവരുമായി മികച്ച സൗഹൃദ ബന്ധത്തിലല്ലായിരുന്നെങ്കിൽ യാതൊരു സംശയവും വേണ്ട, കേരളത്തിലെ എത്ര മന്ത്രിമാർ, കേരള ഭരണകൂടത്തിന്റെ പ്രധാനികൾ എത്ര പേർ കേന്ദ്ര ഏജൻസികളുടെ പിടിയിൽ പെട്ടുപോകുമായിരുന്നു എന്നുള്ളത് ഞാൻ പറയേണ്ടതായിട്ടുണ്ട്. അതിൽ നിന്നെല്ലാം രക്ഷപ്പെടാൻ വേണ്ടി അവരുമായി ധാരണയിൽ പോവുക, അവരുമായി ഒത്തുതീർപ്പുണ്ടാക്കുക. ഈ രീതിയിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇന്നേ വരെ ചെയ്യാത്ത, ജനങ്ങളെ വഞ്ചിക്കുന്ന, സ്വന്തം അണികളെപ്പോലും, ആത്മാർത്ഥതയുള്ള അണികളെപ്പോലും വഞ്ചിക്കുന്ന തെറ്റായ നയങ്ങളുമായി പോവുകയാണ്. അതുകൊണ്ട് ദേശീയ തലത്തിൽ നരേന്ദ്രമോദി ഭരണത്തിന് അന്ത്യം കുറിക്കാനുള്ള ഒരു നീക്കം രാജ്യവ്യാപകമായി ഉയർന്നു വന്നു. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ, മുൻ തെരഞ്ഞെടുപ്പുകളിൽ ഒറ്റയ്ക്ക് മത്സരിച്ച് വിജയിച്ച നരേന്ദ്ര